ഹലോ, ഞാനപ്പോൾ 2 ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ കണ്ട്. അതായത് നമ്മുടെ പിങ്ക് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ പൂജയും ഡോക്ടർ മനോജ് ജോൺസണും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ആ ഷോർട്ട് വീഡിയോയിൽ ഡോക്ടർ പറയുന്നത് ലിവിങ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. അതിൻ്റെ താഴെ ഡോക്ടറിനെ പറയാത്ത ചീത്തകളില്ല, അത്രയും ചീത്തയുണ്ട്. അപ്പം ഞാൻ ആ ചീത്തയുടെ ആധിക്യം കണ്ടാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ആൾക്കാർ എന്താ പറയണ്ടാവുക ഒന്ന് നോക്കാനായിട്ട് പോയപ്പോൾ അതിനകത്ത് എല്ലാം അത്രയും ബ്യൂട്ടിഫുള്ളും പോസിറ്റീവായിട്ടുള്ള കമൻസാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഓക്കെ, ലിവിങ് റിലേഷൻഷിപ്പിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് കണ്ട വേറൊരു കമൻ്റ് ഉണ്ട്, നമ്മുടെ അമേരിക്കൻ സംസ്കാരമോ യൂറോപ്യൻ സംസ്കാരമോ അല്ല എന്ന് പറയുന്നത്. ഈ വാക്ക് എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കേരളത്തിന് പുറത്തു പോലും പോകാത്ത ആളാണ്. ആ ആൾ എൻ്റെ അടുത്ത് പറയാണ്, നീ നിൻ്റെ ജർമ്മൻ സംസ്കാരം ഇവിടെ കാണിക്കണ്ടെന്ന് എന്നോട് പറയാണ്. അപ്പം ഞാൻ ഓർക്കാണ്, ആ വ്യക്തി ഒരു ജർമ്മനിയിൽ നിന്ന് ഒരാളെ കണ്ടിട്ട് പോലുമില്ല, അങ്ങനെ പരിചയം പോലുമില്ല. എന്നിട്ടാണ് അവർ പറയുന്നത് നീ നിൻ്റെ ജർമ്മൻ സംസ്കാരം ഇവിടെ എടുക്കണ്ടെന്നുള്ളത്. അപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ വെച്ച് ബസ്സിൽ പോണ സമയത്ത്, അതായത് ഒരു 10-15 കൊല്ലമൊക്കെ മുന്നേ ബസ്സിൽ പോണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. ബസ്സിൽ ഒരു ആ ഡ്രൈവർ മുന്നിലത്തെ കിളി നിൽക്കണതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് പിന്നിലോട്ട് നിൽക്കാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോണ്ടൽ സഹിക്കാൻ പറ്റില്ല, ട്രോമയാണ്. അതുപോലെയാണ് ബസ്. പിന്നെ എൻ്റെ ഫാമിലിയിലാണെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തെ, അതായത് റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് എല്ലായിടത്തും പേടിയാണ് ഉണ്ടായിട്ടുള്ളത്, എല്ലായിടത്തും മോശമായിട്ടുള്ള അനുഭവം കാരണം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ടീമിൻ്റെ ഒപ്പം ഞാൻ സെയിലിംഗ് ട്രിപ്പിന് പോകും. അതെന്ന് വെച്ചാൽ ഒരു 5 ദിവസം ഞങ്ങളൊരു ഒരു ചെറിയ ബോട്ടിലാണ് ഞങ്ങൾ 5 പേരും തിന്നലും കുടിക്കലും ഒക്കെ ഉള്ളത്. പക്ഷേ ഒരാളൊരു മോശം രീതിയിൽ നോക്ക് പോലും ചെയ്തിട്ടില്ല. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഞാനിവിടെ ഇത്ര നാളെ വന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല കാമുകിയുടെ മുഖത്ത് കാമുകൻ ആസിഡ് ഒഴിച്ചു, അല്ലെങ്കിൽ കാമുകന് വിഷം കൊടുത്തു കൊന്നു, ഇങ്ങനത്തെ ഒരു കഥ പോലും ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ അറിയാം, അതിൻ്റേതായ രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ അറിയാം. സോ നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും ഇരുന്നിട്ട് അവരുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് നമുക്ക് പരിചയമില്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഒരു കമൻറ്റ് പറയണമെന്ന്. സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ആവശ്യമില്ലാത്ത കമൻറ്റ്സ് പറയല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.